നമ്മുടെ പ്രതിനിധി MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അതേ സ്ഥലത്ത് നിന്നാണ്. അനീഷ്, ഭീതി ഉണ്ടാക്കുന്ന ഒരു CCTV ദൃശ്യമാണ് കിട്ടുന്നത്. നിലവിൽ അവിടെ രക്ഷാപ്രവർത്തനം എങ്ങനെയാണ് വരും? ഇത് അനീഷിലേക്ക്. തീർച്ചയായും അങ്ങേയറ്റം ഭീതിജനകമായ ദൃശ്യങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. വലിയ യുദ്ധകാല അടിസ്ഥാനത്തിൽ രക്ഷാപ്രവർത്തനം ഇപ്പോൾ ഇവിടെ പുരോഗമിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രക്ഷാപ്രവർത്തകർ, NDRFന്റെ ആളുകൾ, സന്നദ്ധ പ്രവർത്തകർ, പോലീസുമാർ എന്നിങ്ങനെ എല്ലാ വിഭാഗത്തിലുള്ള രക്ഷാപ്രവർത്തകരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ആ ഇടിഞ്ഞു വീണ കുന്നിന്റെ ഭാഗം കേന്ദ്രമാക്കി അതിതീവ്രമായ തെരച്ചിൽ നടത്തുന്നു. നിരവധി ഫയർഫോഴ്സുകളും മറ്റും അടിയന്തര രക്ഷാ സംവിധാനങ്ങളും പുറത്ത് ക്രമീകരിച്ചിട്ടുമുണ്ട്. എന്തായാലും നഷ്ടപ്പെട്ടവരെ കണ്ടെത്താനുള്ള ഊർജിതമായ ഒരു തെരച്ചിൽ തന്നെയാണ് നടക്കുന്നത്. നമുക്കൊപ്പം നമ്മുടെ ഇവിടുത്തെ പ്രതിനിധി ജയരാജ് കൂടി ചേരുന്നു. ജയരാജ്, വലിയ രീതിയിലുള്ള ഒരു സന്നാഹങ്ങളാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ചും ഒരുപാട് ദുരന്തങ്ങൾ നേരിട്ട ഒരു നാട് കൂടിയാണ് ഇവിടം. എങ്ങനെയാണ് കാര്യങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുന്നത്? തീർച്ചയായും അനീഷ്, നമുക്കറിയാം 2024 ഒരു ദുരന്തം നമുക്കൊക്കെ അറിയാവുന്നതാണ്. ഈ ദുരന്തത്തിന്റെ അടുത്ത് തന്നെ ഉള്ള ഒരു സ്ഥലമാണ് ഈ ഒരു കള്ളാടി എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഇത്ര വലിയൊരു ദുരന്തം ഉണ്ടായത് ഒരുപക്ഷെ നമുക്ക് പറയാം ഈ ഒരു തുരങ്കപാതയുമായി ബന്ധപ്പെട്ട സ്ഥലത്താണ്. തുരങ്കപാത നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട സ്ഥലത്താണ്. ഇവിടെയുള്ള കുറെ മണ്ണ് നീക്കം ചെയ്യാനുണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ പൊതുവെ പറഞ്ഞു വരുന്നത് ഈ മണ്ണിടിച്ചിലൂടെയാണ് ഇത് സംഭവിച്ചതെന്ന്. അതല്ല, ശരിക്കും ഒരു ചെറിയ രീതിയിലെങ്കിലും ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ ഒരു വലിയൊരു ദുരന്തം ഇവിടെ നടക്കാൻ കാരണം. നമുക്ക് അറിയാം, ഏതാണ്ട് 7ഓളം ആളുകൾ ആശുപത്രിയിലുണ്ട്. 1-2 ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. 3 പറയുന്നത്. പക്ഷേ യഥാർത്ഥ സ്ഥിരീകരണം വരുന്നേ ഉള്ളൂ. എന്തായാലും ഇതാഇപ്പോൾ നമുക്കറിയാം മഴ വരുന്ന ഒരു അവസ്ഥയാണ്. കുറച്ച് ഇവിടെ ഈ ഒരു മഴ രക്ഷാപ്രവർത്തനത്തിന് വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട് എന്നുള്ളത് ഇപ്പോൾ നമുക്ക് ഇവിടെ പറയാൻ കഴിയുന്നത്. അതായത് ഈ തുരങ്ക നിർമ്മാണം ആരംഭിക്കുന്ന സ്ഥലം താമരശ്ശേരി വരെയൊക്കെ നീങ്ങുന്ന ഒരു തുരങ്കപാത, അതിന്റെ തുടക്ക ഭാഗത്തു നിന്നും എടുത്ത മണ്ണ് മറുവശത്ത് കൂട്ടിയിട്ടിരുന്നു. അവിടേക്ക് ഒരു മലവെള്ളപ്പാച്ചിൽ വരികയും ആ മണ്ണും മറ്റും ചേർന്ന് താഴെ കൊഴുകയും ചെയ്തു. പൊതുവെ പറയുന്നത് ഈ ഒരു മണ്ണൊലിച്ച് വന്നതാണെന്നാണ് പറയുന്നത്. പക്ഷെ മണ്ണൊലിച്ച് വരുന്നതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഉരുൾപൊട്ടൽ തന്നെയാണെന്ന് നമുക്ക് പറയാം, ചെറിയ രീതിയിലാണെങ്കിലും. അതുകൊണ്ട് തന്നെ ആണ് മറ്റു മണ്ണ് വരാൻ കാരണം. പക്ഷേ ഈ ഒരു മണ്ണെടുത്ത് എന്നുള്ളത് ഇവിടെയുള്ള നാട്ടുകാരടക്കം ആവശ്യപ്പെട്ടിട്ടും അത് ചെയ്തില്ല എന്നുള്ളതാണ് നാട്ടുകാരും പറയുന്നത്. എന്തായാലും വലിയ ദുരന്തമാണ്. ഒരുപക്ഷെ വലിയ ദുരന്തത്തിലേക്ക് പോകുന്ന ഒരു സംഭവം തന്നെയാണ്. എന്തായാലും ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും മണ്ണിനടിയിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ളത് അറിയില്ല. ഒരുപാട് ലോഡ് മണ്ണ് ഇവിടെ നിന്ന് മാറ്റി കഴിഞ്ഞു. ഇനിയിപ്പോൾ സേന ഒക്കെ ഇവിടെ എത്തുമെന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ അതൊന്നും എത്തിയിട്ടില്ല. അതുപോലെ തന്നെ അനീഷ് നോക്കാം, നമുക്ക് ഈ മഴ വരുന്നു. കാരണം ആ മലയുടെ മുകളിലേക്ക് നോക്കാം, അത്രയും വലിയൊരു മലയാണിത്. നമ്മൾ സാധാരണ പുറത്ത് കാണുന്നത് പോലെയല്ല. അപ്പോൾ ആ മലയുടെ ഒരു ഭാഗമാണ് പിടിഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇനിയിപ്പോൾ മഴ വീണ്ടും തുടങ്ങി. ഇനി മഴ ഈ രക്ഷാപ്രവർത്തനത്തെ വീണ്ടും ബാധിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് പോകുന്നത്. പോലീസ് ആളുകളെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവരെ മാറ്റാം. നിങ്ങൾ ദേവിയുടെ അപ്പുറത്ത് പോകൂ. അവരെ മാറ്റാം. നിങ്ങളെ ഈ രക്ഷാപ്രവർത്തനം നടത്തുന്ന ഈ ഭാഗത്തു നിന്നും അനാവശ്യമായി നിൽക്കുന്ന ആളുകൾ മാറിക്കിടക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായി നിൽക്കുന്ന ആരും തന്നെ ഇവിടെ നിൽക്കരുതെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥന്മാരും NDRFും ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വീണ്ടും പോലീസ് ഉദ്യോഗസ്ഥന്മാർ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അനാവശ്യമായി ആരും തന്നെ ഇവിടെ നിൽക്കരുത്. രക്ഷാപ്രവർത്തനത്തിന് തടസ്സമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നിൽക്കുന്ന അനാവശ്യമായി നിൽക്കുന്ന ആളുകൾ ഇവിടെ നിന്ന് മാറിക്കൊടുക്കണമെന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർ വിനയപൂർവ്വം നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ബാബാ
പ്രിയപ്പെട്ടവരെ, ദൃശ്യങ്ങളാണ് വലത്തെ വശത്ത് നമ്മൾ ആ CCTV ദൃശ്യങ്ങൾ, ആ ഭയാനകമായ CCTV ദൃശ്യങ്ങളാണ് വലത്തെ വശത്ത് പ്രേക്ഷകർ കാണുന്നത്. ഇടതുവശത്ത് ഇപ്പോൾ ലൈവ് ദൃശ്യങ്ങളാണ്. അവിടെ പോലീസും NDRF സംഘവും ചേർന്നുള്ള രക്ഷാപ്രവർത്തനം പുരോഗമിക്കുമ്പോൾ അവിടെ ചുറ്റും കൂടി നിൽക്കുന്ന നാട്ടുകാരോട് മാറി നിൽക്കാൻ ആവശ്യപ്പെടുകയാണ്. അനാവശ്യമായിട്ട് പോലീസിന്റെ രക്ഷാപ്രവർത്തനം തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള ചുറ്റും കൂടി നിൽക്കരുത് എന്ന് നാട്ടുകാരോട് അപേക്ഷിക്കുകയാണ് പോലീസ്. എന്നാൽ അവിടെ ചുറ്റും കൂടി നിൽക്കുന്ന ഒരു പോലീസ് സംസാരിക്കുമ്പോൾ പറ്റില്ല എന്നുള്ളതും കൂടി നാട്ടുകാരോട് സംസാരിക്കുന്നുണ്ട്. അവിടെ അനീഷും ജയരാജ് ബത്തേരിയും നമ്മുടെ പ്രതിനിധികൾ അവിടെ തുടരുന്നുണ്ട്. പക്ഷേ വലത്തെ വശത്ത് നമ്മൾ കാണുന്ന ആ ഭീതിജനകമായ ദൃശ്യങ്ങൾ, ആ CCTV ദൃശ്യങ്ങൾ, നമ്മളിപ്പോഴും അതിൻ്റെ നടുക്കത്തിലാണ്. ഇപ്പോഴും അതിൻ്റെ ആഘാതം എത്രമാത്രമാണെന്ന് വീണ്ടും വീണ്ടും ജനങ്ങളെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള CCTV ദൃശ്യങ്ങളാണ് വലത്തെ വശത്ത് കാണുന്നത്. ഒരു ഹോട്ടലിലെ CCTV ദൃശ്യമാണ്. അവിടെ ആ പാലത്തിൻ്റെ കുറുകെ ഓടുന്ന ആളുകൾ, ജീവനും കൊണ്ട് ഓടുന്ന ആളുകൾ ഇപ്പോഴും ആ ചോദ്യം ബാക്കി നിൽക്കുകയാണ്. അവർക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ള ചോദ്യം ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ്. അവരിപ്പോഴും മണ്ണിനടിയിലാണോ, അവർ രക്ഷപ്പെട്ടിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചിടത്തോളം ചോദ്യം, വളരെ നിർണായകമായ ചോദ്യം അവിടെ നിൽക്കുകയാണ്. കാരണം ആ ടാങ്കർ ലോറി ഉൾപ്പെടെ നിഷ്പ്രയാസം ആ മണ്ണിലൂടെ ഒലിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ ജീവനുകളുടെ അവസ്ഥ എന്താണ് എന്നതാണ് ഇപ്പോഴും ചോദ്യചിഹ്നമായിട്ട് വളരെ ഭീതി ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷനിൽ ആ ചോദ്യം നിൽക്കുന്നത്. ടാങ്കർ ലോറി കാരണം രക്ഷപ്പെട്ട ആളുകളുമുണ്ട് കേട്ടോ. കാരണം അവിടെ ഒലിച്ചുപോയ 3 പേരും ഒരുപക്ഷെ ആ മണ്ണിൻ്റെ ഫോഴ്സിൽ വീണ്ടും കുറച്ചുകൂടി ഒരുപക്ഷെ മണ്ണിനടിയിലായേനെ. പക്ഷേ ആ ലോറി തടസ്സമായി നിന്നതുകൊണ്ട് മാത്രം നമ്മളിപ്പോൾ കാണുന്ന ആ ദൃശ്യങ്ങളിൽ എഴുന്നേറ്റ് പോയ 2 പേർ ഉൾപ്പെടെയുള്ളവർ ഒരുപക്ഷെ മണ്ണിനടിയിലാവാത്തതിൻ്റെ കാരണവും ഒരുപക്ഷെ ഈ ടാങ്കർ ലോറി തന്നെയാണെന്ന് പറയണം. ഇടത്തെ വശത്ത് കാണുന്നത് ഇപ്പോൾ കാലാവസ്ഥ മഴ പെയ്യാത്ത ഒരു സാഹചര്യമാണ് നിൽക്കുന്നത്. കുറച്ച് വെയിൽ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ എന്നാൽ പോലും രക്ഷാപ്രവർത്തനം ദുഷ്കരമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റരുത്. അവിടെ കൂടുന്ന ആളുകളോട് മാറി നിൽക്കാൻ ആവശ്യപ്പെടുന്നുണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ, NDRF സംഘം ഉൾപ്പെടെയുള്ളവർ. എന്തായാലും അനീഷ, നാട്ടുകാർ അവിടെ ഈ രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായിട്ട് നിൽക്കുന്നുണ്ടോ? കാരണം പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അവരോട് മാറി നിൽക്കാൻ ആവശ്യപ്പെടുമ്പോൾ അത് പറ്റില്ല എന്നുൾപ്പെടെ ഒരു സ്ത്രീ പറയുന്നത് കേട്ടതുകൊണ്ട് ചോദിക്കുന്നതാണ്. അങ്ങനെ ഒരു സാഹചര്യമുണ്ടോ അവിടെ? അങ്ങനെ സാഹചര്യമില്ല. കാര്യമായി തന്നെ നാട്ടുകാർ പലയിടങ്ങളിൽ നിന്നായി ഇവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്കറിയാം, രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കാൻ അടക്കം ആളുകൾ എത്തുന്നുണ്ട്. മാധ്യമപ്രവർത്തകരെ അടക്കം ഇവിടെ നിന്നും മാറ്റുന്നുണ്ട്. കാരണം ഈ രക്ഷാപ്രവർത്തനത്തിലുള്ള വിവിധ വാഹനങ്ങൾ, ലോറികൾ, JCB എന്നിവ ഒക്കെ ഈ വലിയ തടസ്സമില്ലാതെ ഇവിടേക്ക് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് അത്തരത്തിൽ ഈ എല്ലാ ആളുകളെയും, ഈ വഴിയോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവരെയും മാറ്റുന്ന ഒരു നടപടിക്രമം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ട്. എന്നാൽ ചില ആളുകൾ ഇപ്പോഴും ആ ദുരന്ത ഭൂമിയുടെ അടുത്ത് തന്നെ ഈ വാഹനങ്ങൾക്കും മറ്റുമൊക്കെ തടസ്സമായി തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൂടി മാറ്റാനുള്ള ഒരു നീക്കമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നത്. നമുക്കറിയാം, ഒരു വലിയ അപകടമാണ് സംഭവിച്ചിരിക്കുന്നത്. നിരവധി ആളുകൾ ഇപ്പോഴും അവരെ കാണാതായിരിക്കുന്നു. അവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ വളരെ ഊർജിതമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ട്. ഒരു വശത്ത് ഭീമാകാരമായ ഒരു കുന്ന്, അത് ഒന്നടങ്കം താഴേക്ക് ഇടിഞ്ഞു വന്നിരിക്കുന്ന ഭീതിതരകമായ കാഴ്ച ഇപ്പോഴും നമുക്ക് ദൂരെ നോക്കിയാൽ കാണാം. അവിടെ നിന്നും വെള്ളം കിനിഞ്ഞ് താഴേക്ക് ഒഴുകുന്ന ഒരു ദൃശ്യങ്ങൾ പോലും ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം. മഴ പെയ്തപ്പോൾ വലിയൊരു മലവെള്ളപ്പാച്ചിൽ മുകളിൽ നിന്നും താഴേക്ക് വന്നപ്പോൾ കൂട്ടിയിട്ടിരുന്ന മണ്ണ് പൂർണ്ണമായി ഒലിച്ച് താഴേക്ക് വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഒപ്പം നേരത്തെ നമ്മുടെ ലേഖൻ പറഞ്ഞതുപോലെ ഒരു ഭൂമി കുലുക്കം തന്നെ ഉണ്ടായി എന്ന ഒരു ഉരുൾപൊട്ടൽ തന്നെ നടന്നു എന്ന ഒരു സംശയം രൂപപ്പെടുന്ന ഒരു രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. ഒരു കൃത്യമായ ഒരു സുരക്ഷിത സ്ഥലത്തേക്ക് മാറണമെന്ന ഒരു നിർദ്ദേശമാണ് പോലീസിന്റെ ഒക്കെ അടക്കം ഭാഗത്തു നിന്നും നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ് നടക്കുന്നത്. എന്നാൽ അതീവ ദുഷ്കരമായ ഒരു രക്ഷാപ്രവർത്തനം കൂടിയാണ്. കാരണം പലപ്പോഴും ഇടപെട്ട സമയങ്ങളിൽ കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.